നമുക്ക് ഇനി ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. പ്രോഗ്രാം എന്താ? യു ഹാവ് ടു റീഡ് 2 integers ഫ്രം യൂസർ ആൻഡ് ഫൈൻഡ് ദി മാക്സിമം ഓഫ് 2 integers. അതായത് നമ്മൾ യൂസറിൽ നിന്ന് 2 വാല്യൂ റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താ? സ്കാൻഎഫ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ 2 വാല്യൂ നമ്മൾ റീഡ് ചെയ്തതിനു ശേഷം ഫൈൻഡ് ദി മാക്സിമം ഓഫ് 2 integers. അതായത് നമ്മളിപ്പോൾ 2 വാല്യൂ റീഡ് ചെയ്തു, 45ഉം 60ഉം റീഡ് ചെയ്തിരിക്കും. അതിൽ ഏറ്റവും വലിയ വാല്യൂ, ബിഗർ വാല്യൂ, ഗ്രേറ്റർ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുക. എൻ്റെ ടെക്സ്റ്റ് കേസ് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം എൻ്റർ ദി നമ്പർ 1 ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം നമ്മൾ യൂസർ വാല്യൂ ടൈപ്പ് ചെയ്യണ വാല്യൂ 5 ആയിരിക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എൻ്റർ ദി നമ്പർ 2, അതായത് യൂസർ ടൈപ്പ് ചെയ്ത് 20 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും വലിയ വാല്യൂ 20 ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യണം മാക്സിമം ഓഫ് 2 numbers ഈസ് 20. അടുത്ത ടെസ്റ്റ് കേസിൽ വീണ്ടും എൻ്റർ ദി നമ്പർ 1ൽ 100 ആണ് പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. ടെസ്റ്റ് കേസ് വേറൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കണം. അപ്പോൾ 100 പ്രിന്റ് ചെയ്തു, നമ്പർ 1 100 ആണ്. അടുത്ത എൻ്റർ ദി നമ്പർ 2, നമ്പർ 2 35 ആണ്. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ എത്ര? 100 ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് മാക്സിമം ഓഫ് 2 numbers ഈസ് 100 എന്ന് പ്രിന്റ് ചെയ്യണം. ഇതിന്റെ കോഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് 2 വാല്യൂസ്, 2 ഇന്റിജർ വാല്യൂസ് വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇന്റിജർ വാല്യൂസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് യൂസ് ചെയ്തിട്ട് 2 വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇൻറ്റ് num1, ഇൻറ്റ് num2 ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ആദ്യം എന്തുട്ടാ പ്രിന്റ് എഫ് ചെയ്യണം. പ്രിന്റ് എഫ് ഡിസ്പ്ലേ ചെയ്യണം. എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? എൻ്റർ ദി നമ്പർ 1, അതായത് എൻ്റർ ദി നമ്പർ 1 എന്ന് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കൊടുത്തു എൻ്റർ ദി നമ്പർ 1. അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്യണം. അതായത് നമുക്ക് ഇപ്പോൾ ഈ പ്രോഗ്രാം ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ ദി നമ്പർ 1 മാത്രം ഡിസ്പ്ലേ ചെയ്തു. നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ സ്കാൻഎഫ് യൂസ് ചെയ്യണം. സ്കാൻഎഫ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റീഡ് ചെയ്യേണ്ട വാല്യൂ ഇൻറ്റിജർ ആണ്. ആദ്യം റീഡ് ചെയ്യേണ്ടത് num1 ആണ്. അപ്പോൾ num1 ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ഇവിടെ കൊടുക്കുക, %d. അതിനുശേഷം ജസ്റ്റ് കോമ കൊടുക്കുക. അതാത് കറക്റ്റ് മെമ്മറി അഡ്രസ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആംപർസൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. num1 എന്താ ആ വേരിയബിളിന്റെ നെയിം കൊടുക്കുക. അതിനുശേഷം സെമിക്കോളൻ കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് വാല്യൂ റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ gcc program.c അടിക്കുക. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദി നമ്പർ 1. അതിനുശേഷം കേഴ്സർ ഇവിടെ നിൽക്കുന്ന കാണാൻ പറ്റും. നമ്മളൊരു വാല്യൂ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് യൂസർ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ ഒരു വാല്യൂ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞു. അതിലുള്ള കോഡ് നമ്മൾ ചെയ്തിട്ടില്ലോ. അപ്പോൾ ആ വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ആയി. ഇതേപോലെ എനിക്ക് രണ്ടാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റർ ദി നമ്പർ 2 വന്നിട്ട് ഞാൻ പ്രിന്റ് എഫിൽ കൊടുത്തു. അതേപോലെ സ്റ്റോർ ചെയ്യാൻ ഇവിടെ num1ന് പകരം num2 എന്ന് കൊടുത്തു. ഇനി ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്യും. ആദ്യം ഞാൻ ക്ലിയർ ചെയ്യാണ്. അതിനുശേഷം ഞാൻ കമ്പൈൽ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. അപ്പോൾ ആദ്യത്തെ നമ്പർ ടൈപ്പ് ചെയ്യാൻ എൻ്റർ ദി നമ്പർ 1 ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഞാൻ 45 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി അടുത്ത നമ്പർ എൻ്റർ ദി നമ്പർ 2, അതായത് ഈ ഒരു പ്രിന്റ് എഫ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് ഞാൻ 25 അടിച്ചു. 25 അടിച്ച പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 2 വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു. ഇപ്പോൾ num1ൽ 45, ഈ പ്രോഗ്രാം num1ൽ 45, num2ൽ 25 സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഏത് വാല്യൂ ആണോ വലുത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇപ്പോൾ പഠിച്ച if കണ്ടീഷൻ യൂസ് ചെയ്യുക. ifന്റെ അകത്ത് num1 ഗ്രേറ്റർ ദാൻ num2, അതിൻ്റെ അകത്ത് നമ്മൾ പ്രിന്റ് ചെയ്യുക. അതായത് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ num1 ആയിരിക്കണം വലുത്. അപ്പോൾ num1 വലുതാണെങ്കിലാണ് ifന്റെ അകത്തെ കണ്ടീഷൻ പ്രിന്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഓഫ് 2 numbers ഈസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഈ 20യുടെ അവിടെ നമുക്ക് അറിയില്ല, നമുക്ക് 20 നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുക. അതിനുശേഷം ifന്റെ അകത്ത് നമ്മൾ എന്താ num1 ആണ് ഗ്രേറ്റർ. ഇതിന്റെ മീനിങ് പറഞ്ഞാൽ num1 ആണ് വലുത്. അപ്പൊ ഈ കണ്ടീഷൻ പ്രകാരം മാക്സിമം ഓഫ് 2 numbers ഈസ് %d num1 എന്ന് കൊടുക്കുക. num1 ആണ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് എൽസ് പോർഷനിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? ഇതേ പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുക. അതിൽ num2 എന്ന് കൊടുക്കുക. അതായത് num1ന് പകരം num2 കൊടുക്കുക. നമ്മൾ കൊടുത്ത പ്രോഗ്രാം ജസ്റ്റ് ചെക്ക് ചെയ്തേ. if അതിന്റെ അകത്ത് കണ്ടീഷൻ കൊടുത്തു num1 ഗ്രേറ്റർ ദാൻ num2. അപ്പോൾ num1 ആണ് വലുതെങ്കിൽ അതിന്റെ അകത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ അകത്ത് വന്നിട്ടാ മാക്സിമം ഓഫ് 2 numbers ഈസ് num1. അതിന്റെ എൽസ് പാർട്ടിലാണെങ്കിൽ, അതായത് num2, ഈ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കുക. num2 ആണ് വലുതെങ്കിൽ, അതായത് num2 ആണ് വലുതെങ്കിൽ ഈ കണ്ടീഷൻ പ്രിന്റ് ചെയ്യും. മാക്സിമം ഓഫ് 2 numbers ഈസ് num2. ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഞാൻ റൺ ചെയ്യാട്ടോ. ആദ്യം ക്ലിയർ ചെയ്തു. അതിനുശേഷം gcc program.c ജസ്റ്റ് കമ്പൈൽ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. അപ്പോൾ ആദ്യത്തെ വാല്യൂ എൻ്റർ ദി നമ്പർ 1, ഞാൻ 45 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. സെക്കൻഡ് വാല്യൂ ഞാൻ ചെറിയ സംഖ്യ അടിച്ചു, 25 അടിച്ചു. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടി. എന്താ? മാക്സിമം ഓഫ് 2 numbers ഈസ് 45. ഈ പ്രോഗ്രാം ഇത് ഇവിടെ എന്താ നടക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ num1 എന്ന വാല്യൂല്
45, num2 എന്ന വാല്യൂ 25. ഇവിടെ ചെക്ക് ചെയ്യും num1 45 ഗ്രേറ്റർ ദാൻ 25, 45 ഗ്രേറ്റർ ദാൻ 25. കണ്ടീഷൻ ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ എന്താ പ്രിന്റ് ചെയ്യുക? മാക്സിമം ഓഫ് ടു നമ്പേഴ്സ് ഈസ് num1. ഈ പെർസെന്റേജ് num1 പ്രിന്റ് ചെയ്യും. അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? മാക്സിമം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 45. അതാണ് ഇവിടെ കിട്ടിയത്. മാക്സിമം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 45. അതാണ് ഈ കോഡിന്റെ ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി ഇതേ പ്രോഗ്രാം തന്നെ വീണ്ടും റൺ ചെയ്യാണ്. വീണ്ടും റൺ ചെയ്തു. ഞാൻ ഫസ്റ്റ് വാല്യൂ ഞാൻ ചെറിയ സംഖ്യ കൊടുത്തു, 25 കൊടുത്തു. അതിന് സെക്കൻഡ് വാല്യൂ ഞാൻ 45 കൊടുത്തു. ഇപ്പൊ എത്ര കിട്ടി? മാക്സിമം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 45. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? 25, ഫസ്റ്റ് നമ്പർ 25 ആണ്. 25 ഗ്രേറ്റർ ദാൻ 45 ഇതാണ് ചെക്ക് ചെയ്യുന്നത്. 25 ഗ്രേറ്റർ ദാൻ 45 ആണെന്ന് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോ ഈ എൽസ് പോർഷനിലത്തെ ഇതായിരിക്കും പ്രിന്റ് ചെയ്യുക. മാക്സിമം ഓഫ് ടു നമ്പേഴ്സ് ഈസ് num2. അതായത് num2 പറഞ്ഞാൽ 45 ആണ്. അപ്പൊ മാക്സിമം ഓഫ് ദി നമ്പർ ഈസ് 45. അപ്പൊ ഇതാണ് ഇതിന്റെ കോഡ്. രണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കോഡ് ഇതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഈഫ് എൽസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കുക. അതായത് ഇവിടെ വീണ്ടും ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് എഴുതുക. അതായത് num2 ഗ്രേറ്റർ ദാൻ num1 അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിക്ക് ഒരു കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കുക. num1 ഗ്രേറ്റർ ദാൻ num2 ആണെങ്കിൽ ഇവിടുത്തെ ഈ കണ്ടീഷൻ പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ num2 ഗ്രേറ്റർ ദാൻ num1 ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ പ്രൊവൈഡ് എടുക്കുക. അപ്പൊ ഇതേ പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ കമ്പൈൽ ചെയ്യുകയാണെങ്കിൽ gcc program.c അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഫസ്റ്റ് 55 ടൈപ്പ് ചെയ്തു, then 100 ടൈപ്പ് ചെയ്തു. അപ്പൊ മാക്സിമം ഓഫ് ടു നമ്പർ ഈസ് 100. ഇതെങ്ങനെ ഈ പ്രോഗ്രാമിൽ വരുന്ന പറഞ്ഞാൽ ആദ്യം 55 ചെക്ക് ചെയ്യും. അതായത് ഇവിടെ എന്താ ചെക്ക് ചെയ്യുക? 55 ഗ്രേറ്റർ ദാൻ 100 കണ്ടീഷൻ ഫോൾസ് ആണ്. അടുത്ത ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത ഇഫ് കണ്ടീഷൻ പറഞ്ഞാൽ 55 അല്ല 100 രണ്ടാമത്തെ നമ്പർ അല്ലേ 100 ഗ്രേറ്റർ ദാൻ 50 ചെക്ക് ചെയ്യും. 55 ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് ഇതിന്റെ അകത്തെ മാക്സിമം ഓഫ് ടു നമ്പേഴ്സ് ഈസ് num2. ഇവിടെ num2 എന്നുള്ളതാണ് നമ്മൾ പെർസെന്റേജ് ഫോർമാറ്റ് സ്പെസിഫയർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പെർസെന്റേജിന്റെ അവിടെ num2ന്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. num2 എത്രയാണ്? num2 എന്ന് പറയുന്നത് 100 ആണ്. ഓർഡറിൽ ഫസ്റ്റ് 55 സെക്കൻഡ് 100 കൊടുത്ത ഈ ഓർഡറിലായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ ഈ എഫിന്റെ അകത്തെ കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഒരേ പ്രോഗ്രാം തന്നെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഡിഫറെന്റ് രീതിയിൽ ചിന്തിച്ചു നോക്കുക എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഫെൽസ് ഒക്കെ. ഇതാണ് ഫസ്റ്റത്തെ പ്രോഗ്രാം.